രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മുകളിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ മക്കൾക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. ക്ലാസ്സുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെയൊന്നും കാണാൻ പറ്റില്ല. ഈ വ്യൂ ഒക്കെ നമുക്ക് മിസ്സാവാറുണ്ട്. കാരണം മോളെ സ്കൂളിൽ വിടുന്ന തിരക്കും ബസ് വരണ തിരക്കൊക്കെ ആകുമ്പോൾ 7 മണിയാകുമ്പോൾ ബസ് വരും. അപ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് വെറുതെ ഒന്ന് മുകളിൽ കയറി നോക്കിയാൽ ഏകദേശം ഒരു 6:30 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വ്യൂ നമ്മുടെ ആ വാഴത്തോപ്പിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ മാവാണ് കേട്ടോ. അതായത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വെക്കണ മാങ്ങയാണ് ഇത്. ഒരു കൊല്ലം ഇടവിട്ടിട്ടാണ് നന്നായിട്ട് പൂക്കാറുള്ളത്. ഈ കൊല്ലം നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ എത്രത്തോളം ഉണ്ടാവുന്നു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇടവിട്ടുണ്ടാകുമ്പോൾ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം വളരെ കുറച്ചായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ മുകളിലേക്ക് വരുന്നേക്കാളും മുന്നേ തന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത കാരണം അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും സമയമൊക്കെ. അപ്പം ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് തീയൊക്കെ കത്തിച്ചിട്ട് വന്നു അരി ഇടാനായിട്ടുള്ളത്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാനിന്ന് അവിലും നനയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ശർക്കരയും നാളികേരമൊക്കെ കൂട്ടി ഞാൻ റെഡിയാക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ചുവന്ന അവിലാണ് കേട്ടോ എടുക്കാറ്. നമ്മൾ വൈറ്റ് കളറല്ല, നല്ല റെഡ് കളറുള്ള അവിലാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതിന് മക്കളൊക്കെ എഴുന്നേറ്റു. അവർക്ക് ചായയൊക്കെ കൊടുത്തു അവർ ഫ്രഷാക്കി എടുത്തു. അതിന് ശേഷം നമ്മൾ മീൻ കിട്ടിയിട്ടോ. കണവയാണ് മീൻ കിട്ടിയത് ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മളത് റെഡിയാക്കണ വീഡിയോസൊന്നും എടുത്തില്ല. മക്കൾ കൂടെ ഉണ്ടായിരുന്നു മീൻ റെഡിയാക്കണ സമയത്ത്. അപ്പോൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അവർ ആ ഫോണൊക്കെ എടുത്ത് കൊണ്ടുപോകും. അതിന് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. വേഗം തന്നെ കട്ട് ചെയ്തെടുത്ത് ഞാനിത് പാല് പിഴിഞ്ഞിട്ടാണ്, നല്ല കുടംപുളി ഇട്ട് പാല് പിഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കണത്. കണവയാണ് മീൻ. ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കണവ. ഫ്രൈ ചെയ്തില്ല, കാരണം മക്കൾക്കൊക്കെ വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ മുള്ള അങ്ങനെ വരില്ല, മുള്ള് നോക്കി കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം കറി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഉപ്പേരിയായിട്ട് നമ്മുടെ വാഴയുടെ കൊപ്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, വാഴക്കൊപ്ര. ഇവിടെ വാഴക്കൊപ്ര, വാഴപ്പിണ്ടി, കായ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ആഴ്ചയിൽ മിക്കപ്പോഴും ഞങ്ങൾക്ക് ഈ വാഴക്കൊപ്ര ഉണ്ടാവും. ഒരു ദിവസത്തെ ഉപ്പേരി ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നാളികേരമൊക്കെ ചെരുകി ഞാൻ നന്നായിട്ട് അതിങ്ങനെ മുരിച്ചെടുത്തിട്ട് കൊടുക്കാറുണ്ട്. മക്കളൊക്കെ കുറച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വേഗം മീൻ കറി ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഉള്ളി താളിച്ചെടുക്കുകയാണ് കേട്ടോ ഈ മീനിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഞാൻ താളിച്ച് മീൻ കറി റെഡിയാക്കി എടുത്തു കേട്ടോ. കുടംപുളി ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുടംപുളി ഒരു ഇച്ചിരിയും കൂടിയും കൂടുതൽ ഇട്ട് കൊടുത്തു. കാരണം അധികം സമയമില്ലല്ലോ, കുറച്ച് നേരം ഇരുന്നാലാണ് മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ റെഡി ആയിട്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറക്കിയിട്ട് വേണം വൈകുന്നേരം ഈവനിങ് പള്ളിയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ചോറ് നല്ല കലത്തിൽ വെച്ചിട്ട് നല്ല പൂ പോലത്തെ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കലത്തിൽ വെക്കുന്ന ചോറ്. നമുക്കാണെങ്കിൽ ഈ കുഞ്ഞ് കലത്തിൽ വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഉണ്ടാവും. പിന്നെ നമ്മുടെ കണവ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുഞ്ഞു പീസാക്കണത്. അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റി നമുക്ക് ഇന്നലെ ചക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആൾ കട്ട് ചെയ്ത് നല്ല സ്നേഹം എന്നോട് കൂടുതലുള്ളതുകൊണ്ടായിരിക്കണം കട്ട് ചെയ്തിട്ട് തന്നത്. മക്കളെ ഇട്ടിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആളെനിക്ക് ചക്ക നന്നായിട്ട് കട്ട് ചെയ്ത് തന്നു. ഞാനത് ഇന്നലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുത്തി കാച്ചി എടുത്തു ഞാൻ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചായയുടെ കൂടിയാണ് കഴിച്ചത്. പക്ഷെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അത് ഇച്ചിരി ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഹസ്ബൻഡും കുറേശ്ശെ എടുത്തിട്ട് ഇത് കഴിച്ചു. പിന്നെ നമ്മുടെ വാഴക്കൊപ്രയുണ്ട്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഉച്ചയിലത്തെ സ്പെഷ്യൽ. ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ മക്കളെ വേഗം കെടുത്തി ഉറക്കിയിട്ടോ. ഈവനിങ് പോകണത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവർ വാശി പിടിച്ചു കൊടുക്കും. വൈകുന്നേരം എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അപ്പോഴേക്കും അവർ വേഗം കിടന്ന് ഉറങ്ങി എല്ലാവരും 3 പേരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ വാഴ നനയ്ക്കാനായിട്ട് വന്നു കേട്ടോ. വാഴ നനയ്ക്കാനായിട്ട് കനാലിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം നനച്ച് കൊടുത്തിട്ട് ഇവരുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കിൽ വന്ന് നിൽക്കും. പിന്നെ മണ്ണിലും വെള്ളത്തിലൊക്കെ കളി തുടങ്ങും. 3 പേരും 3 സൈഡിലേക്ക് നീങ്ങിപ്പോവും. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ട് നമുക്ക് വാഴ. അപ്പോൾ നമ്മൾ എല്ലാ തരം വാഴ ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. റോബസ്റ്റ് വെച്ചിട്ടുണ്ട്, പൂവൻ കായ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ നേന്ത്രക്കായ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താവുന്നുള്ളത് നമുക്കിനി കുറച്ച് നാൾ കഴിയുമ്പോൾ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം നനച്ച് കൊടുക്കും. കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ വേഗം നനയ്ക്കൂട്ടോ പോയിട്ട്. വാഴേനെ കാണുമ്പോൾ പാവം തോന്നും. അത് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ജോജിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേട്ടനെയും കൊണ്ട് അവരുണ്ടായിരുന്നു ഒന്ന് പള്ളിയിൽ. അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഷേക്കൊക്കെ കുടിക്കാമെന്ന്
വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ പുറത്തോട്ട് വന്നു. ചേച്ചിയാണ് കേട്ടോ, അതായത് ജോജിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ്. ആൾ കാനഡയിലാണ് കേട്ടോ, ലീവിന് വന്നേക്കുന്നതാണ്. ആളൊരു മാർച്ചൊക്കെ ആകുമ്പോൾ പോവും. അപ്പോൾ ആളെ മിസ് ചെയ്യുമല്ലോ, അപ്പോൾ ആളെയും കൊണ്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഡേറ്റ്സിൻ്റെ ഷേക്ക് എടുത്തു, പിന്നെ മാംഗോൻ്റെ ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവിൽ മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഷാർജ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. മമ്മൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവിടെ നിന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. മക്കൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ പുറത്തിറക്കൽ കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ എല്ലാവരും കൂടി പിടിക്കാൻ പറ്റില്ല. ഇവരും കൂടി ഉള്ള കാരണം എല്ലാവരും മാറി മാറി പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരവിടെ നിന്ന് അപ്പൻ്റെ കൂടെ കുറേ നേരം അവരുടെ ഷാർജ കുടി കഴിഞ്ഞ് അവർ കളിക്കുകയാണ് കേട്ടോ. അപ്പൻ്റെ കൂടെ നിന്നിട്ട് അനിയത്തിയും ചേട്ടനും കൂടി, ചേച്ചി ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള കുറേ ഓർമ്മകളാണല്ലോ. പിന്നെ ചേച്ചി എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ, അപ്പോൾ ചേച്ചിനെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ പുതുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ദിവസം നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ, ബൈ ബൈ, സി യു.